ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യം വിദേശകാര്യ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് വിശദീകരിക്കും. ഡോക്ടർ ശശി തരൂർ MP അധ്യക്ഷനായ പാർലമെന്ററി സമിതി ഇന്ന് യോഗം ചേരും. അതേസമയം പാക് ഭീകരത തുറന്നു കാണിക്കാനുള്ള വിദേശ പര്യടന സംഘത്തിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. പാർട്ടി നേതൃത്വത്തോട് ആലോചിക്കാതെ സംഘത്തെ തിരഞ്ഞെടുത്തു എന്നാണ് വിമർശനം. വിനീത വിജയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ചേരുന്നത്. ശശി തരൂർ അധ്യക്ഷനായ സമിതി ഇന്ന് ഈ യോഗം ചേരുമ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇതുവരെ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ സംഘർഷം, തുടർന്നുണ്ടായ സാഹചര്യങ്ങളെല്ലാം തന്നെ ആ യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശേഷമുള്ള തുടർ നടപടികളൊക്കെ തന്നെയായിരിക്കും ഇന്ന് ചേർന്ന യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുക. ശശി തരൂരിന്റെ അധ്യക്ഷതയിലാണ് ഇന്ന് യോഗം ചേർന്നത്. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ തുടർന്ന് തന്നെ ഈ പ്രതിനിധി സംഘത്തിൽ നേരത്തെ ഈ TMCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് യൂസഫ് പത്താനെയായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പാർട്ടി നേതൃത്വത്തോട് ആലോചിക്കാതെയാണ് അത്തരമൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ മമതാ ബാനർജി ഉന്നയിക്കുന്ന വിമർശനം. അതുകൊണ്ട് തന്നെ ഈ TMC പ്രതിനിധിയെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയേക്കില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. കടുത്ത വിയോജിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ആ നടപടിക്കെതിരെ പാർട്ടിക്കുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഈ ശശി തരൂരിനെ ഉൾപ്പെടെ പാർട്ടിയോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടിയോട് സമ്മതം ചോദിക്കാതെയോ ചെയ്ത ഒരു സാഹചര്യത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്നും ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിലൊക്കെ ചെറിയ വിവാദങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ TMCയും ഈ പ്രതിനിധി സംഘത്തിലേക്ക് തങ്ങളുടെ പ്രതിനിധി യൂസഫ് പത്താനെ അയക്കില്ല എന്ന കടുംപിടുത്തം പിടിക്കുന്നത്. അത് അവർ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പാർട്ടിയോട് കൂടി ആലോചിക്കേണ്ടതായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തോട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് TMCയുടെ നിലപാട്. ശരി, വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.